നമസ്കാരം. എൻ്റെ പേര് ഗുരുവായൂരപ്പൻ. തത്തമംഗലം നേളിക്കാടാണ് താമസം. ചെയ്യുന്ന ജോലി എല്ലാം സേവനമായിട്ടാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതി, വനം, വന്യജീവി സംരക്ഷണം, സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മേഖല. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ സാമൂഹ്യ സേവനം എന്ന് പറയുന്നത്. മറ്റ് സേവനങ്ങൾ നമ്മൾ ആ മേഖലയിലൊക്കെ ഉണ്ടെങ്കിലും ഇതിന് ഞാനൊരു വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇവിടെ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ ഇടപെടലുകളും നമ്മുടെ കാലത്തിന് ശേഷവും ഇനി വരും തലമുറകൾക്ക് വലിയൊരു അളവിൽ അത് ഗുണം ചെയ്യും എന്നതിനാലാണ്. പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ എടുത്തു പറയത്തക്ക രീതിയിൽ അങ്ങനെ നമുക്ക് പറയാനൊന്നും സാധിക്കില്ല. എങ്കിൽ പോലും ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്തിട്ടുണ്ടാവുക. നമ്മളെക്കാൾ വളരെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളെ താരതമ്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് വളരെ തുച്ഛമാണ്. പക്ഷെ നമ്മുടെ അറിവും നമ്മുടെ കഴിവും നമ്മുടെ സാഹചര്യങ്ങളും ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തി ലഭ്യമാകുന്ന ആ സമയങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി നീക്കിവെക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് ഒരു മേഖലയായതുകൊണ്ട് നമ്മൾ അതിലേക്ക് കാര്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ചെയ്യുന്ന വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക, അതിനെ സംരക്ഷിക്കുക, വളർത്തുക എന്നുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റു പലരും നട്ടുവളർത്തിയ തൈകൾ സംരക്ഷിക്കാനും വേണ്ടിയിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. ചെറിയ സ്ഥലങ്ങളിൽ നമ്മൾ ഒരു കുഞ്ഞു കാടുകൾ പോലെ നിർമ്മിച്ച് അതിനെ പരിപോഷിപ്പിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് വിശാലമായ തലത്തിൽ ഞാൻ കിട്ടുന്ന അവസരങ്ങളിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ, നമ്മുടെ വീടിനടുത്ത് കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്തു തുടങ്ങിയ ചില കാര്യങ്ങൾ ഇന്നത് ഒരു വലിയൊരു കാടിന്റെ രൂപത്തിലേക്ക് മാറി വന്നു എന്നുള്ളത് ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഒരു അത്ഭുതമാണ്. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മറ്റുള്ളവരുടെ സഹായത്തോടുകൂടെ അത് വീണ്ടും ഒരു വിപുലമായ തലത്തിലേക്ക് നീങ്ങി വരുന്നു എന്നുള്ളതാണ് അടിസ്ഥാനമായിട്ട് നമുക്ക് പറയാം. പങ്കാളിത്തം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സുകൊണ്ടുള്ള പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും വലിയ ഒരു പങ്കാളിത്തമായിട്ട് ഞാൻ കാണുന്നത്. ഫിസിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളിലെല്ലാം നമ്മൾ ഫിസിക്കലായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും നടക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മാനസികമായിട്ടും അല്ലാതെ ഏതെല്ലാം രീതിക്ക് പിന്തുണകൾ കൊടുക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. പല സ്ഥലങ്ങളിൽ നമുക്ക് എത്തിപ്പെടാനോ ചെയ്യാൻ സാധിക്കാതെ പോയിട്ടുണ്ട്. ശരണരായിട്ട് കിടക്കുന്ന ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പൊ തെറ്റാണ്ടുകളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ആഗ്രഹം. ഇപ്പോൾ ഉള്ളതിനേക്കാളും ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത് ശാരീരികമായിട്ടും രണ്ടാമത്തും മാനസികം. ഇത് ശരീരവും മനസ്സും രണ്ടും ഒരുമിച്ച് ആരോഗ്യ തലത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിനുള്ള ഒരു അവസരം ഞാൻ വളരെ നല്ല രീതിക്ക് ഉപയോഗിക്കുന്നുണ്ട്. യോഗ, അതുപോലെ മെഡിറ്റേഷൻ, മറ്റതുപോലെ അവരുടെ ജീവിതക്രമങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള നിരവധി ടിപ്സ്. നമുക്ക് ഏറ്റവും ശരീരത്തിന് ഹിതകരമായിട്ടുള്ള ഭക്ഷണം എത്ര അളവിൽ എങ്ങനെ കഴിക്കണം എന്നുള്ളത് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളും അതിന്റെ ഒരു ഭാഗമായിട്ട് മാറുന്ന അവസരങ്ങളെല്ലാം വളരെ നല്ല രീതിക്ക് ഞാൻ ഉപയോഗിക്കാറുണ്ട്. പരിസ്ഥിതി മേഖലയിൽ എത്താനുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മള് ചെറിയ നാൾ മുതൽ തന്നെ, ഒരു 5ല് 6ല് പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കൂട്ടുകാരൻ ദോഷോളംബസ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം നമ്മളെല്ലാം കൂടെ വീടിന് അടുത്തുള്ള കുട്ടികളെല്ലാം കൂടെ കൂടി ചേർന്ന് ചില സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് തുടങ്ങിയതാണ്. കോളേജിലേക്ക് എത്തിയ സമയത്ത് ഭൂമിശാസ്ത്രം പഠിക്കുന്ന ഒരു സാഹചര്യം വന്നു. എന്റെ ഡിഗ്രി ജോഗ്രഫിയാണ്. അപ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് പരിസ്ഥിതിയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള കുറെ അവസരങ്ങളുണ്ട്. ആ സമയത്ത് തന്നെ ചിറ്റൂർ ഗവൺമെന്റ് കോളേജിലെ പ്രൊഫസർ കുഞ്ഞികൃഷ്ണൻ കോളേജ് ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം വ്യാഴാഴ്ചകളിൽ ഉച്ചയ്ക്ക് ഒരു 1:30 മുതൽ 1:50 വരെ സ്ലൈഡ് ഷോ നടത്തുക. അദ്ദേഹത്തിന്റെ ഒരു സോളജി ഗാലറി, ഞാൻ വല്ലപ്പോഴൊക്കെ അവിടെ പോയിട്ട് ക്ലാസിന് പുറത്ത്, ഗാലറിയുടെ പുറത്ത് നിന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ ഒക്കെ നേരെ കാണുവാൻ, ചിലപ്പോൾ അദ്ദേഹം അത് കയറി ഇരുന്ന് കാണാനായിട്ട് പറയും. അങ്ങനെ നമ്മൾ പല ജീവികളെ കുറിച്ചിട്ടും ചെടികളെ കുറിച്ചും ഉള്ള സ്ലൈഡ്, അതിൽ കുറെ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിച്ചു. ജീവികൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പാരസ്പര്യത്തെക്കുറിച്ചും മനുഷ്യനും അതുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും പാരസ്പര്യത്തെക്കുറിച്ചൊക്കെ അറിയാനുള്ള ഒരു അവസരം ഉണ്ട്. അങ്ങനെ എന്റെ ഒരു ഡിഗ്രി പഠനം കംപ്ലീറ്റ് ആവുന്ന ഒരു സാഹചര്യം ആവുന്ന സമയത്ത് തന്നെ ഈ പരിസ്ഥിതിയെ കുറിച്ചുള്ള ഏകദേശം ഒരു അറിവ് കിട്ടി. കാട്ടുതീക്കെതിരെ ബോധവൽക്കരണ പരിപാടി എന്ന് പറഞ്ഞ ഇവിടെ അയിലൂർ അദ്ദേഹത്തിന്റെ കൂടെ പോകാനായിട്ടുള്ള ഒരു അവസരം കിട്ടി. മുത്തങ്ങയിലെ ഒരു നേച്ചർ ക്യാമ്പിന് അദ്ദേഹം നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടു. വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ദൂരെ പോയിട്ട് ക്യാമ്പിൽ പങ്കെടുക്കുകയായിരുന്നു. മുത്തങ്ങയിൽ പോയപ്പോൾ അവിടുത്തെ കാട് കാണാനും അതുപോലെ ഈ കാടിനെ കുറിച്ചുള്ള അറിവും ഒക്കെ നമ്മളിൽ വലിയൊരു സ്വാധീനം ചെലുത്തിയെന്ന് തന്നെയാണ്. അതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ മാധ്യമ പ്രവർത്തനമായിട്ട് എം ഷൺമുഖദാസ്, അദ്ദേഹം ഭാരതപ്പുഴ സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സംഘടനയായി ബന്ധപ്പെട്ട് പുഴയെ കുറിച്ച് അറിയാനും പഠിക്കാനൊക്കെ നമുക്ക് പോവാം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ ആ പരിചയത്തിന്റെ പുറത്തിൽ അദ്ദേഹം നമ്മളെ പല സ്ഥലങ്ങളും കൊണ്ടുപോയി. ഡിഗ്രി കഴിഞ്ഞൊരു കാലഘട്ടം, അതുവരെ എനിക്ക് പുറത്ത് അധികം യാത്ര ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയിട്ട് അങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഇവിടുത്തെ യാത്രകൾ നമ്മളെ പരിസ്ഥിതിയെ കുറിച്ച് കൂടുതൽ അറിയാനും പ്രവർത്തിക്കാനുള്ള കുറെ അവസരങ്ങൾ. ഈ അറിവുകളെ നമുക്ക് നല്ല രീതിക്ക് ചെയ്യാൻ സാധിച്ച് ആ ഒരു മേഖലയിൽ കൊണ്ടുപോകുമ്പോൾ ആ പ്രായത്തിന്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ പര്യാവരൺ വാഹിനി എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാന കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് ജില്ലാ കളക്ടർ ചെയർമാനായിക്കൊണ്ട് ഒരു 20ഓളം വളണ്ടിയേഴ്സിനെ പാലക്കാട് ജില്ലയിൽ നിയമിച്ചു. ഒരു ഓണററി പോസ്റ്റാണ്. അന്ന് 200 രൂപയാണ് ഒരു മാസത്തേക്ക് ഒരു ഓണററിയുമായിട്ട് തരുന്നുണ്ടാവുക. പക്ഷെ നമ്മൾ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനം നമ്മൾ ചെയ്യണം. അതൊക്കെ ജില്ലാ കളക്ടർക്ക് മാസം റിപ്പോർട്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിൽ കൂടെ പങ്കാളിയാവാൻ സാധിച്ചു. അത്തരത്തില് നമുക്ക് ചിറ്റൂർ പുഴയിലൂടെ നടക്കാനും ഭാരതപ്പുഴയെ കുറിച്ച് കൂടുതൽ അറിയാനും അങ്ങനെയുള്ള
പരിസ്ഥിതി മേഖലയിൽ കൂടുതൽ സമയം ചെലവാക്കിയപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗമായിട്ട് ഇത് മാറി എന്ന് പരിവരൻ വാഹിനിയുടെ പ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടി വന്നിട്ടുള്ളത്? ഏതെങ്കിലും ഇതുപോലെ തന്നെ പല വിഷയങ്ങളിൽ ഇടപെടേണ്ടി വരും? പരിസ്ഥിതി നശീകരണ പ്രവർത്തനങ്ങള്, പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങള്, ഇതിനൊക്കെതിരായിട്ട് പ്രവർത്തിക്കേണ്ടി വരും പരിവരൻ വാഹിനിയുടെ വോളണ്ടിയർ എന്നുള്ള നിലയ്ക്ക്. അത്തരത്തില് എന്തെങ്കിലും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിഞ്ഞിരുന്നു? പര്യാവരൺ വാഹിനിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വതന്ത്രമായിട്ട് എന്തും ചെയ്യാം എന്നുള്ള ഒരു തലത്തിലുള്ള പ്രവർത്തനമാണ്. കൽപ്പാത്തിപ്പുഴയുടെ തുടക്കം 1-ാം പുഴ എന്ന് പറയുന്ന ഭാഗം മലബാർ സിമന്റ്സിന്റെ ഭാഗത്താണുള്ളത്. മലബാർ സിമന്റ്സിന്റെ മൈനിങ് ഏരിയ അവിടെയാണ് ഒരു പ്രധാന മേഖല എന്ന് പറയുന്നത്. അപ്പൊ അവിടുത്തെ കാടുകൾ വെട്ടി വെളുപ്പിച്ച് അവിടെയാണ് മൈനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 1-ാം പുഴ നശിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു സൂചന കിട്ടി. അത് ഷൺമുഖട്ടനാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ആ സമയത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കതൊന്ന് കാണാൻ വേണ്ടി പോവാന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ നമുക്ക് പെർമിഷൻ കിട്ടിയില്ല. പിന്നെ നമ്മൾ കളക്ടറുടെ അടുത്ത് നിന്ന് പര്യാവരൺ വാഹിനിയുടെ മെമ്പർ എന്നുള്ള നിലയ്ക്ക് പെർമിഷൻ ഒക്കെ എടുത്ത് ഞങ്ങൾ അവിടെ പോയ സമയത്ത് ഈ സാധാരണഗതിയിൽ ഒരു അരുവിയുടെ ഉത്ഭവം എന്ന് പറഞ്ഞാൽ ഒരു മലയുടെ മടക്കിൽ നിന്നും ഒരു നീരുറവ് വരുന്നു. പക്ഷെ അവിടെ പോകുമ്പോൾ ആ നീരുറവ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഒരു സിമെന്റ് കൊണ്ട് ഒരു ചാല് ഇങ്ങനെ കെട്ടിത്തിരിച്ചിരിക്കുക, അതിനകത്ത് വെള്ളം വന്നു. അപ്പോഴാണ് ശരിക്കും വല്ലാത്ത നമുക്കൊരു ഷോക്ക് ഉണ്ടാവും. അപ്പോൾ ഒരു മൈനിങ് ഒരു സ്ഥലത്ത് സംഭവിക്കുന്ന സമയത്ത് ഒരു പുഴ തന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്ന ഒരു അവസ്ഥ വന്നത് നമ്മളൊരു ഞെട്ടിപ്പിച്ച ഒരു സംഭവം. ഞങ്ങളത് കൃത്യമായിട്ട് കളക്ടറേറ്റിൽ മീറ്റിംഗിൽ അവതരിപ്പിച്ചു. അപ്പൊ ഈ മൈനിങ് കൊണ്ടുണ്ടാവുന്ന ദുരന്തങ്ങളെ കുറിച്ചിട്ടും ദോഷങ്ങളെ കുറിച്ചിട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ വന്യമൃഗങ്ങൾ ആ പ്രദേശത്തൂടെ നടക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ട്, അതുപോലെ ഈ പുഴയുടെ നീരുറവ് തന്നെ, അതായത് പുഴ തന്നെ ഇല്ലാതാവും, ഒരു ഉത്ഭവ സ്ഥാനം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാര്യം അവിടെ ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഈ നദികളുടെയും പുഴകളുടെയൊക്കെ ഉത്ഭവ സ്ഥാനങ്ങളെല്ലാം തീർച്ചയായിട്ടും അവിടെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് എന്നുള്ള ഒരു കണ്ടെത്തൽ നമുക്ക് പ്രധാനമായിട്ടുണ്ടായി. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ കോരയാർ പുഴ എന്ന് പറയുന്നത് നമ്മുടെ മേനോമ്പാറയിലെ ചിറ്റൂർ ഷുഗേഴ്സ്, ആ ഷുഗർ ഫാക്ടറിയിലെ മാലിന്യങ്ങളൊക്കെ തൊട്ടും അവരുടെ പരിസരത്തുള്ള നെൽപ്പാടങ്ങളിലാണ് ഒഴുക്കി വിട്ടിട്ടുണ്ടായത്. അപ്പൊ അത് ഒരു പരിസര മലിനീകരണം എന്നുള്ള നിലയ്ക്കാണ് അത് മനസ്സിലാക്കിയത്. ആദ്യം അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ പോയി ഞങ്ങൾ നാട്ടുകാരായിട്ടൊക്കെ സംസാരിച്ച് വന്നപ്പോഴത്തേക്ക് അവർക്ക് ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം എന്ന് പറയുന്നത് എല്ലാം മഞ്ഞ കളറുള്ള വെള്ളമാണ്. അത് കുടിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും അസുഖങ്ങളും, ആളുകൾ മരണപ്പെടുക, അങ്ങനെയുള്ള ഒരുപാട് സാമൂഹ്യമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളും ആരോഗ്യപരമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളും കണ്ടെത്താനായിട്ട്. അത് മാത്രമല്ല, ആ പുഴയിലുള്ള നീർച്ചാലില് വെള്ളം ഒഴുകുന്നുണ്ടെങ്കിലും അതിനകത്ത് മീനുകൾ കാണുന്നില്ല. മണ്ണിനകത്ത് സാധാരണഗതിയിൽ പുഴയോരങ്ങളിൽ കാണുന്ന മറ്റ് ജന്തുജാലങ്ങളൊന്നും കാര്യമായിട്ട് കാണാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പൊ ഞങ്ങളെ പുഴയിൽ കൂടെ തന്നെ ഏകദേശം ഒരു 7 കിലോമീറ്ററോളം നടന്നു. 7 കിലോമീറ്റർ നടന്ന് അവിടുത്തെ ബോർവെല്ലിലെ വെള്ളത്തിന്റെ കുറെ സാമ്പിളൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിച്ചു. അതിൽ കുറെ പഠനം നടത്തിയപ്പം ഏകദേശം ഒരു 7 കിലോമീറ്റർ ദൂരെയുള്ള ബോർവെല്ലിലെ ഏകദേശം ഒരു 600-700 അടി താഴ്ചയിലുള്ള വെള്ളത്തിൽ പോലും ഈ കളറിലുള്ള ഒരു ചേഞ്ച് കണ്ടെത്താനായിട്ട് സാധിച്ചു. അപ്പൊ അത് കേവലം ഒരു പരിസര നശീകരണം, മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട ഒരു നശീകരണത്തിനപ്പുറം ഒരു വലിയൊരു പാരിസ്ഥിതിക ദുരന്തമാണെന്നുള്ള ഒരു പ്രശ്നം നമുക്ക് കളക്ടറുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചു. അതോ അതിന്റെ ഭാഗമായിട്ട് ആ ചിറ്റൂർ ഷുഗേഴ്സിന്റെ ഇത്തരത്തിലുള്ള ഈ മൊളാസ് വെളിയിലിടുന്നതും ഇതൊക്കെ ആ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യാനും ഈ ചാരായം ഉൽപ്പാദിപ്പിക്കുന്ന പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്യിക്കാനും സാധിച്ചു എന്നുള്ളതും ഇതിന്റെ ഭാഗമായിട്ട്, അത് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഒരു സാമൂഹ്യ സുരക്ഷയിലേക്ക് എത്തിക്കാനായിട്ട് അത് ആ പ്രവർത്തനം കാരണമായി എന്നുള്ളതും എടുത്തു പറയാനുള്ളത്. പര്യാവരൺ വാഹിനിയുടെ ഭാഗമായിട്ട് പല വളണ്ടിയേഴ്സും അവരവരുടെ രീതിക്കുള്ള പല മേഖലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് എടുത്തു പറയാവുന്ന മറ്റൊരു സുഹൃത്തു കൂടിയാണ് പുതുശ്ശേരി ശ്രീനിവാസൻ. അപ്പൊ അവരും മലമ്പുഴ ആ മേഖലയിലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ അതിന്റെ ഒരു ടീമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും അവരുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ഒരു ഇൻട്രസ്റ്റിലാണ് കാര്യങ്ങൾ കൊണ്ടുപോയിരുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ കളക്ടർക്കും വലിയൊരു മതിപ്പായിരുന്നു. പിന്നീട് ആ പ്രോഗ്രാം കൂടുതൽ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോയില്ല എന്നുള്ളതാണ്. അത് സർക്കാരിന്റെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ട്, കാരണം ഫണ്ട് ഇല്ലാത്തത് കൊണ്ടും പല കാരണങ്ങൾ കൊണ്ട് അത് നിന്നുപോയി. പക്ഷെ തുടർച്ചയായിട്ട് നമുക്ക് നെഹ്റു യുവകേന്ദ്രയിൽ ഒരു നാഷണൽ സർവീസ് വോളണ്ടിയർ ആയിട്ട് ഒരു അവസരം കിട്ടി. അപ്പൊ അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് സാമൂഹ്യ സേവനങ്ങളാണ് അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു സമയത്ത് ഒരു ബഷീർ മാഷ് ഉണ്ടല്ലോ, മണ്ണാർക്കാട് ബഷീർ മാഷ്, അവരൊക്കെ ഈ പരിസ്ഥിതി അതുപോലെ പ്രകൃതി ജീവനും ഇതിന്റെയൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ അത്തരത്തില് ഉള്ള കുറെ ആളുകളായിട്ടുള്ള ഒരു കണക്ഷൻ വരികയും അന്നത്തെ NBK കോർഡിനേറ്ററുള്ള രാധാകൃഷ്ണൻ സാറിന്റെ ഒരു നേതൃത്വത്തിൽ നിളയെ തേടി എന്ന് പറഞ്ഞ ഒരു പദയാത്ര സംഘടിപ്പിച്ചു. ഒരു 7 ദിവസത്തിലധികം നീണ്ടു നിന്ന ഒരു പദയാത്രയാണ്. അപ്പൊ നമുക്കത്
പറളി മുതൽ, പറളി എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ചിറ്റൂർ പുഴയും കൽപ്പാത്തിപ്പുഴയും ഒരുമിച്ച് കൂടുന്ന സംഗമസ്ഥാനം. അപ്പൊ അവിടെ നിന്നാണ് ഭാരതപ്പുഴ അല്ലെങ്കിൽ നിള തുടങ്ങുന്നത്. അപ്പോൾ നിളയെ തേടി എന്ന് പറയുന്ന ഒരു പദയാത്ര, അത് നടന്നു തന്നെ ചമ്രവട്ടം വരെ എത്തുന്ന ഒരു പദയാത്രയായിരുന്നു. അപ്പൊ അതിൽ സജീവമായിട്ട് പങ്കെടുക്കാനും അതുപോലെ അതിന്റെ നേതൃത്വം നൽകാനും നെഹ്റു കേന്ദ്രത്തിന് ഒരു നിയോഗം നമുക്ക് കിട്ടി. അതിന്റെ ഒരു ലീഡർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കാനുള്ള ഒരു സൗഭാഗ്യം കിട്ടിയത് ശരിക്കും നമുക്ക് പുഴയെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള ഒരു പഠനത്തിന് ഒരു വഴിയൊരുക്കിയിട്ടുണ്ട്. അപ്പൊ പുഴയിൽ കൂടെയുള്ള നടന്നു തന്നെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ വെള്ളം എത്രയുണ്ട്, അതുപോലെ മണൽ എത്രയുണ്ട്, അതുപോലെ വശങ്ങളിലെ തീരങ്ങളിലെ ചെടികൾ, അതിന്റെ വൈവിധ്യം, ആളുകളുടെ ജീവിത രീതി, പുഴയുമായിട്ടുള്ള ഒരു ആശ്രയം, അവിടുത്തെ മറ്റ് ചെറു ജീവജാലങ്ങൾ, പക്ഷികൾ, ഇവരുടെയൊക്കെ പലതരത്തിലുള്ള ബന്ധങ്ങളും അതുപോലെയുള്ള ഇടപെടലുകളും, അതുപോലെ അവിടുത്തെ മലിനീകരണം, പാമ്പാടിയിലെ ഫാക്ടറിയുടെ മാലിന്യങ്ങൾ, അങ്ങനെ നമുക്ക് പോകുന്ന വഴിയിലുള്ള പഞ്ചായത്തുകളുടെ മലിനീകരണം മുതൽ കുടിവെള്ള സ്രോതസ്സുകൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള അത്തരത്തിലുള്ള വളരെ വിശദമായിട്ട് ഈ പുഴയും നമ്മുടെ സംസ്കാരവും പരിസ്ഥിതി തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിരുന്നു അത്. അപ്പൊ ആ ഒരു നടത്തവും പഠനവും നമ്മുടെ ജീവിതത്തിൽ വളരെ ആഴത്തിൽ പരിസ്ഥിതിയെക്കുറിച്ച് അറിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി. അന്നത്തെ ആ ഒരു ഇത് വെച്ച് നമ്മൾ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ശരിക്കൊരു അന്ന് തന്നെ നിള ഏകദേശമൊക്കെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും നമുക്ക് വിശാലമായിട്ടുള്ള മണൽപ്പരപ്പുകളും അതിലൂടെയുള്ള നടന്നു പോക്കും വരവും ഇതൊക്കെ പുഴയുടെ അക്കരെ തീരങ്ങള്, അവിടെയുള്ള സ്വീകരണങ്ങൾ, ഇതെല്ലാം നമ്മൾ ആസ്വദിച്ച് പോയിരുന്നത് ഇന്ന് നമ്മൾ അവിടെ കാണുമ്പോൾ ശരിക്കും കുറച്ച് മണൽക്കൂനകൾ എവിടെയെങ്കിലൊക്കെ കുറച്ചെങ്കിലും ഉണ്ടെങ്കിൽ, അതുപോലെ കുറ്റിക്കാടുകളും പൊന്തക്കാടുകളൊക്കെ ആയിട്ട് മാറിപ്പോയെന്ന് കാണുമ്പോൾ വളരെ കണ്ണിൽ നമുക്ക് വെള്ളത്തിനേക്കാളും ചോര വരുന്ന ഒരവസ്ഥയെ മാറിയിട്ടുണ്ട്. ഇതിപ്പോ ഏകദേശം 105 കാലഘട്ടങ്ങളിൽ 30 വർഷം കൊണ്ട് പുഴ ഏകദേശം പൂർണ്ണമായിട്ടും നശിച്ചു കഴിഞ്ഞിരിക്കും. ഇപ്പൊ വീണ്ടും മണൽ വാരാൻ വേണ്ടിയിട്ട് സർക്കാർ അനുവാദം കൊടുത്തു എന്ന് വെക്കുന്ന സമയത്ത് ശരിക്കും നെഞ്ചു പൊട്ടുന്ന ഒരു വേദനയാണ്. കാരണം വെറും പാറ മാത്രമാവുന്ന ഒരു നിളയായി മാറിപ്പോകുമോ ഭാരതപ്പുഴ എന്നുള്ള ഒരു പേടിയിലാണ് ഇപ്പൊ നമ്മൾ.